നല്ല ഫുഡാണ്. പിന്നെ അതിനുപരിയായിട്ട് മാമയുടെ ആതിഥേയത്വമാണ് സൂപ്പറായിട്ടുള്ളത്. 2 പൊറോട്ടയും കൂടെ കഴിക്കാൻ തോന്നും. പ്രിയമുള്ളവരെ, 63 വർഷം പഴക്കമുള്ള അബ്ദുൾ റഹ്മാനിക്കയുടെ കടയിലെ ഇവിടെ തന്നെ പരത്തിയെടുക്കുന്ന അരിപ്പത്തിരിയും ബീഫും ചേർന്നുള്ള ഒരു കിഡിലം കോംബോ കിട്ടുന്ന സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിറകടുപ്പിന്റെ ചൂടേറ്റ് തിളച്ചു കുറുകിയ ബീഫ് കറിയും ഇവിടെ തന്നെ പരത്തിച്ചുട്ട അരിപ്പത്തിരിയും അടിച്ചു മെരുക്കി മയപ്പെടുത്തിയെടുത്തിയ മൊരിഞ്ഞ പൊറോട്ടയും എല്ലാത്തിനും ഉപരി ഇവിടുത്തെ വെട്ടുകേക്കുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ. നമ്മുടെ വിറകടുപ്പ് ചെയ്തെടുത്ത ഈ ബീഫ് കറി ഇങ്ങനെ എടുത്തതായി ഇങ്ങനെ നമ്മുടെ ഈ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ അരിപ്പത്തിരി ഇവിടെ പരത്തിയെടുത്ത് നല്ല സോഫ്റ്റ് അരിപ്പത്തിരിയാണ്. ഇതിങ്ങനെ ചേർക്കണം. ഇത് ഈ ഒരു ബീഫുമായിട്ട് ചേർത്തെടുക്കുമ്പോൾ ഈ ബീഫ് കറിയുടെ നല്ല മണം തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ പെരുന്നാളിലൊക്കെ വീട്ടിലൊക്കെ വെച്ചിട്ട് രാവിലെ കഴിക്കത്തില്ലേ, അതുപോലത്തെ ആ ഒരു ഫീലാണ്. അടിപൊളി. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. ഞാൻ മിക്കവാറും പറയുന്നു, പക്ഷേ എപ്പോഴും വന്ന് ഞാൻ ഫുഡ് കഴിക്കാറില്ല. ചായ കുടിക്കും, ചായ ഒരു പൊറോട്ടയും പിന്നെ കേക്ക് പിടിക്കും കേട്ടോ. ഇവിടുത്തെ കേക്ക് സൂപ്പറാണ്, ബെസ്റ്റ് കേക്ക്. അതിനാണ് ഞാൻ വന്നപ്പോൾ കേക്ക് മേടിക്കാനായിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ സൂപ്പറാണ്. സ്നേഹമുണ്ട്, നല്ല സ്നേഹമാണ്. വീട്ടിൽ കിട്ടാത്ത ആ സ്നേഹം ഇവിടെ കിട്ടും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് മാമയ്ക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പോരാ എല്ലാവരും. വല്യാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്താ. അപ്പോഴേ ഇത് 63 വർഷമായിന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നു വടക്കേ മുക്കനായിരുന്നു. എൻ്റെ ഓർമ്മ 9 കൊല്ലം. മാമയുടെ മുമ്പ് ആരെങ്കിലും തുടങ്ങിയതാണോ അതോ? അല്ല, ഇതിവിടെ എൻ്റെ പാപ്പായും ഞാനും കൂടെ തുടങ്ങി. ചായ എപ്പോഴും അടിക്കുന്ന മാമൻ അവിടെ? അല്ല, അന്നൊക്കെ വേറെ ആളുണ്ടായിരുന്നു. ഞാനിപ്പോഴും കുറച്ച് നാളുണ്ട്. ചായ കൊള്ളാം. അന്ന് എൻ്റെ അനിയനാ, അനിയനുണ്ടായിരുന്നു. മരുമക്കളും പിന്നെ വേണ്ടപ്പെട്ടവരും. അല്ല, ഇത് നമ്മുടെ ഒരു ബന്ധുവായി ഇരിക്കുന്നത്. അപ്പൊ എല്ലാരോടും ഒറ്റ മനസ്സോടെ ഇങ്ങനെ കൂട്ടി പോയി ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കിട്ടും. അതെ അതെ. നമുക്കിവിടെ ഈ വെട്ടിയൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഉഴുന്നുവട, പരിപ്പ് വട, ബോണ്ട എല്ലാം, സുഖിയൻ. ഇതൊക്കെ ഏത് സമയത്ത് കൂടുതൽ കാണുന്നത്? നാളെ ബോളി പൊരിക്കും. ഏത്തക്കാപ്പം വൈകുന്നേരമാണോ കൂടുതൽ? വൈകുന്നേരത്ത് തീർന്നു പോയി. മൊത്തം 5 കൂട്ടം പെട്ടിയിലുണ്ടായി. എല്ലാ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ പെട്ടി ഇവിടെ വെച്ചു തീർന്നു പോയി. കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഇത് എത്ര മണിക്കാണ് തുറക്കുന്നത്? ഇവിടെ 6 മണിയാവും. ഞങ്ങൾ രാവിലെ 6 മണിക്ക്. 6 മണി. എത്ര മണി വരെ ഉണ്ട് ഇവിടെ? 11 മണി. രാത്രി 11 മണി വരെ ഉണ്ട്. അപ്പൊ രാവിലെ 6 തൊട്ട് രാത്രി 11 മണി വരെ നമുക്ക് ഈ ബീഫ് കിട്ടുമോ? വീട്ടിൽ 10 മണി വരെ കൊടുക്കും. അപ്പൊ സ്പോട്ട് നോട്ടാക്കിക്കോ. നമ്മുടെ താച്ചയമുക്ക് ആ വള്ളവിനായി കാണുന്ന കുറ്റിവട്ടം ടീ ഷോപ്പ് അഥവാ മാമാട കട. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ പല സ്പോട്ടുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.